അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വഖഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ 2026 മുമ്പ് 10 വർഷം ഇടതുപക്ഷ സർക്കാർ ഭരിച്ചപ്പോൾ നമ്മളുടെ ഈ വഖഫ് ബോർഡ് PSCക്ക് വിടുകയാണ് എന്നുള്ള ഒരു വിഷയം പറഞ്ഞിരുന്നു. അതിന്റെ കാര്യഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഭയങ്കരമായി പ്രക്ഷോഭം നടത്തി കോഴിക്കോട് കടപ്പുറത്ത്. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ കീഴ്ഘടകങ്ങളും ഭയങ്കരമായി അതിനെ എതിർത്ത് പ്രക്ഷോഭം നടത്തുകയും പ്രതിഷേധം ബഹുമാനപ്പെട്ട മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അറിയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സമസ്ത നേതാക്കളുടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പോലെയുള്ള സമസ്ത അധ്യക്ഷന്റെ വാക്കിന് വില കൽപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടത്. ഇന്ന് നമ്മുടെ UDF സർക്കാർ, VD സതീശൻ സർക്കാർ 2026 അധികാരമേറ്റ ഉടൻ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും BJP കേരളത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു പരാതി, അതായത് 2 അമുസ്ലിങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാരും അതിന് അനുകൂലിച്ചു എന്നൊക്കെയാണെന്ന് വാർത്താ മാധ്യമങ്ങളിലും ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നാം എല്ലാവരും കണ്ടതാണ്. ആ വാർത്തകളും കാര്യങ്ങളും അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഡ്വക്കറ്റായി പ്രവർത്തിക്കുന്ന വക്കീല് ബഹുമാനപ്പെട്ട തയ്യിബ് ഹുദവി, അദ്ദേഹം അതിനെപ്പറ്റി ഇന്നലെ വന്ന റിപ്പോർട്ടില ഏത് ചാനലാന്ന് എനിക്കറിയില്ല, വളരെ വിശദമായി അദ്ദേഹം ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സമുദായ പാർട്ടിയായ മുസ്ലിം ലീഗ് അടക്കം ഈ കേരള വഖഫ് ബോർഡിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു എന്നുള്ളൊരു വാർത്തയും ഈ പൊതുമാധ്യമങ്ങളിലൂടെ ബഹുമാനപ്പെട്ട തയ്യിബ് ഫൈസി തയ്യിബ് ഹുദവി ഇന്നലെ വന്ന് സംസാരിച്ചത് നാം എല്ലാം കണ്ടവരാണ് അല്ലെ. അപ്പോ ഇതിനു മുമ്പ് LDF സർക്കാർ അധികാരത്തിലിരുന്നപ്പോ ഈ PSCക്ക് വിടുകയാണ് എന്നുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുറുവ സംഘമുണ്ട്. നമ്മൾ അവരെ പറ്റി പേര് പറയുന്നത് നളന്ദ ടീം, കുറുവ സംഘം, അങ്ങനെ പല പേരിലും അവർ അറിയപ്പെടുന്നുണ്ട്. അവരും പറയുന്നത് ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുഭാവികളാണ് എന്നാണ്. ഇവര് ഈ LDF സർക്കാരിന്റെ കാലത്ത് PSCക്ക് വിടുകയാണ് എന്നുള്ളൊരു വിഷയം വന്നപ്പോഴേക്ക് ഈ കുറുവ സംഘത്തിന്റെ കുറച്ചാളുകളുടെ പേര് ഞാൻ ഇവിടെ പ്രതിപാദിക്കാം. ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂര്, നാസർ ഫൈസി കൂടത്തായി, പിന്നെ ഏതാണ് ഒരു ഓണംപുള്ളി മുഹമ്മദ് ഫൈസി, ജാമിയ നൂരിയയിലുള്ള ഒരു പ്രൊഫസർ ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട ലിയാവുദ്ദീൻ ഫൈസി പോലെയുള്ള ഈ നളന്ദ ഈ കുറുവ സംഘത്തിലെ പ്രധാന ആളുകളൊക്കെ ഓലെ FBയിൽ ഒരു 10-15 വട്ടൊക്കെ FBയിൽ പോസ്റ്റ് ഇട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ലിയാവുദ്ദീൻ ഫൈസി എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇവരൊക്കെ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? ഇന്നലെയാണ് ബഹുമാനപ്പെട്ട തയ്യിബ് ഹുദവി വളരെ വിശദമായി ഈ കോടതി വിധിനെ പറ്റി പ്രതിപാദിച്ചത്. നാം എല്ലാവരും കണ്ടവരാണ്. പൊതു പ്ലാറ്റ്ഫോമിൽ അല്ലെ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അതിനെപ്പറ്റി വളരെ വിശദമായി UDF സർക്കാർ എന്നെ അനുകൂലിച്ചു, ആ UDF സർക്കാരിനെ ബഹുമാനപ്പെട്ട നമ്മുടെ സമുദായ പാർട്ടിയും അനുകൂലിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ടൊരു ചർച്ചയിൽ ബഹുമാനപ്പെട്ട തയ്യിബ് ഹുദവിനെ പറ്റി പറയുകയുണ്ടായി. നാം എല്ലാവരും കേട്ടതാണ്. ഈ പറയപ്പെട്ട ഈ കുറുവ സംഘം, അതായത് ഈ നളന്ദ ടീമിൽപ്പെട്ട ഞാൻ കുറച്ച് ആളുകളുടെ പേര് ഞാൻ പറഞ്ഞുതരാം, പോലും പറയുന്നത് ഞങ്ങൾ നമസ്താന്റെ ആൾക്കാരെന്ന് പറയുന്നത്. ഇവരൊക്കെ വായിലെന്താ പഴം തിരികെ വെച്ചിട്ടാണ്, ഒരു മുണ്ടാട്ടല്ലോ. മറ്റത് അബ്ദുസമദ് പൂക്കോട്ടൂരൊക്കെ ഇങ്ങോട്ട് വാളെടുത്ത് ഇറങ്ങിയിരുന്നു. എന്താണ് PSCക്ക് വിടുന്ന RSSന്റെ അജണ്ടയാണ്, ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളി, മറ്റേ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്, അല്ല ഇവർ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്, വളരെ പ്രതിഷേധിക്കണം. ആ മുന്നേ ഈ പറപ്പെട്ട ഈ കുറുവ സംഘം, ഈ നളന്ദ ടീം പ്രതിഷേധിച്ചതിന്റെ ഒപ്പാണ് നമ്മൾ. കാരണം നമ്മളെ നിയമം നമ്മളെ അവകാശത്തിനെ ഹനിക്കുന്ന രീതിയിൽ, അതായത് ഈ നമ്മളെ ഈ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ വരിക എന്നുള്ളത് നിയമവിരുദ്ധമാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഈ ക്രിസ്ത്യൻസിന്റെ ഇത് ഓൽക്കൊരു സഭ ഉണ്ട്, പിന്നെ ഹിന്ദു സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൽക്കില്ല സഭ ഉണ്ട്. അതിലൊന്നും നമ്മളെ മുസ്ലിങ്ങളെ തിരികെ കയറ്റുന്ന നമ്മൾ പറയും നമ്മൾ ഹൈക്കോടതിയിലോ കോടതിയിലോ പോകുന്നുണ്ടോ? ദേവസ്വം ബോർഡിൽ നമ്മൾ ആളെ കയറ്റണം, ക്രിസ്ത്യൻസിന്റെ ആളെ കയറ്റാൻ നമ്മൾ പോകുന്നുണ്ടോ? ഇല്ല. അത് നമ്മൾ പറഞ്ഞാൽ തന്നെ ഒരു സ്വീകരിക്കോ ഇല്ല. അതുപോലെ മതത്തിൽപ്പെട്ട കാര്യങ്ങളാണ്, നമ്മൾ അതിൽ ബന്ധപ്പെട്ട ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് വഖഫ് വിഷയത്തിൽ. അപ്പൊ ഈ കുറുവ സംഘം അന്ന് ഭയങ്കര പ്രതിഷേധം പറഞ്ഞിരുന്നു. നമ്മൾ അതിന്റെ ഒപ്പം ഇരുന്നു. കാരണം എന്താണ്, നമ്മളെ അവകാശമാണ്, ന്യൂനപക്ഷങ്ങളുടെ അവകാശമാണ് അത്. ഇന്ന് എന്താണ് കേരളത്തിൽ ഭരിക്കുന്നത് UDF ആയിട്ടാണ്. ഇവർ ആരെയാണ് ഈ കുറുവ സംഘം പേടിക്കുന്നത്? അല്ല, ഈ കുറുവ സംഘം ഈ ജാമിയ നൂരിയയിൽ അറബി കോളേജിൽ പ്രൊഫസർ ലിയാവുദ്ദീൻ ഫൈസി ഉസ്താദ് അടക്കം 15 പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അഭിപ്രായത്തിൽ. വ്യക്തമായിട്ട് എനിക്കറിവില്ല. അദ്ദേഹമൊക്കെ എവിടെയാണ്? ഈ അബ്ദുസമദിന് പൂക്കോട്ടൂര്, നാസർ, അവരെ പേരെന്നെ പറയാൻ പറ്റില്ല. ഇവരൊക്കെ ഇപ്പൊ എവിടെയാണ്? ഈ മാന്മാരൊക്കെ ഇപ്പൊ എവിടെയാണ്? എന്താ ഇവർക്കൊന്നും ഇപ്പൊ ചർച്ച ഇല്ല?
അതേ മാധ്യമങ്ങൾക്ക് ചർച്ച കൊടുക്കണ്ട, അല്ലെങ്കിൽ പത്രസമ്മേളനം വിൽക്കണ്ടപ്പോ ഇവരെ ആരെയാണ് പേടിക്കണത്? ആരെയാണ് ഇവർ പേടിക്കണത്? ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശൈഖുന ഉമർ ഫൈസി ഉസ്താദ് അതിനെപ്പറ്റി വളരെ വ്യക്തമായി കൊണ്ട് പറയുകയുണ്ടായി. ഈ വഖഫ് ബോർഡിന്റെ വിഷയം സമുദായ പാർട്ടിനടക്കം ഇപ്പൊ ഇന്നലെ സോഷ്യൽ മീഡിയയിലും പ്ലാറ്റ്ഫോമിലും പിന്നെ ചാനലുകളിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് ആദ്യമായ സ്ഥാനത്ത് ഇരുന്നിട്ട് തന്നെ അദ്ദേഹം സമസ്തയുടെ നിലപാട് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തെ കുതിരകാരാണ് മുക്കം ഉമർ ഫൈസി, മുക്കം ഉമർ മൗലവി, വേറെ കുറെ പേരുകൾ ഇവർ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. മഹാനവറുകളെ പറ്റി പറയുന്ന പേരുകൾ സോഷ്യൽ മീഡിയയിൽ അല്ലെ. ഏതെങ്കിലും ഒരു മതപണ്ഡിതന് ഏത് സർക്കാരാണെങ്കിലും, ഇപ്പോ LDF സർക്കാർ ഈ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ, PSC വിടാൻ പറ്റില്ല, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അതേപോലെ ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നപ്പോഴും ബഹുമാനപ്പെട്ട ഉമർ ഫൈസി നിലപാട് പറഞ്ഞു. അതിന് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുക അല്ലെ. എന്താ ഇവർക്കൊക്കെ പിന്നെ കാര്യം പറയുമ്പോൾ, അതായത് സത്യം വിളിച്ചു പറയുന്ന പണ്ഡിതന്മാരെ ഒതുക്കിയൊരു മൂലക്കിടുക. എന്താണ് പോലെ പറയുന്നത്? അത് ഓല് പിന്നെ അച്ചാരം വാങ്ങിക്കണേ, ഇടതുപക്ഷത്തിന്റെ ഒക്കെ അച്ചാരം വാങ്ങിയിട്ടാണ് പിന്നെ പറയുന്നത്. സുപ്രഭാതത്തിൽ എഴുതാൻ പറ്റൂല. സുപ്രഭാതം സമസ്തന്റെ പത്രമല്ല, അത് ഷജറകളെ പത്രമാണ്. ഏതാണ് ഈ ഷജറകൾ? അല്ല അറിയാറ്റ് ചോദിക്കണം. ആ ഷജറകളെ പത്രമാണ്, അത് ബഹിഷ്കരിക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പൊ കോൺഗ്രസിന്റെ മന്ത്രിമാരെ MLA ഇപ്പൊ കൂടുന്നത് എന്താണ്? ഓരാണ് ഇപ്പൊ വൈകാരെ ചേർക്കുന്നത്. ഈ പിന്നെ സർക്കാരിനെതിരെയാണ് പിന്നെ ഈ സുപ്രഭാതത്തിൽ എഴുതുന്നത്. പിന്നെ എന്തിനാണ് ഈ ലീഗിന്റെ ആൾക്കാരും ഈ പിന്നെ UDP പിന്നെ കോൺഗ്രസിന്റെ MLA മന്ത്രിമാരും ഇതിനെ പരസ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. ഏത് കേരള സുന്നി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുതിക്കണ വിസർജനം ചെറുതിക്കണ ഈ പിന്നെ ജന ടിവിന്റെ മരിക്കലൊരു ചാനൽ ഉണ്ടല്ലോ, ഏതോ ഒരു സ്വഹാബി തുടങ്ങിയതാണ് തോന്നുന്നുണ്ട്. സമസ്തന്റെ എല്ലാ ദിവസവും സമസ്തന്റെ ഒരു ആലുമി എന്തെങ്കിലും പറഞ്ഞാൽ ഇതിനെ പറ്റി അപ്പൊ വരും ചർച്ചയുമായി അല്ലെ. ഇവരെ കാരണമാണ് പേടിക്കുന്നത്. ഈ ലിയാവുദ്ദീൻ ഫൈസി പോലെയുള്ള ഇവരൊക്കെ ഭയങ്കര ശക്തമാണ്. അതാണ് മഹാനവറുകളെ പേര് ഞാൻ പറയുന്നത്. ശക്തമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം PSC വിടുകയാണ് പിന്നെ ഈ പിന്നെ വഖഫ് ബോർഡിന്റെ വിഷയം എന്ന് പറഞ്ഞപ്പോൾ വളരെ ശക്തമായിട്ട് എതിർത്ത ഒരാളാണ് ലിയാവുദ്ദീൻ ഫൈസി ഉസ്താദ്. എന്താ ഇവർക്കൊന്നും ഇപ്പൊ മിണ്ടാട്ടല്ല? എന്താണ് ഇവര് മിണ്ടാത്തത്? സമുദായത്തിനെ ബാധിക്കുന്നത് ഒരു കേസല്ലാണ് ഇപ്പൊ. അതാ മുമ്പ് ബഹുമാനപ്പെട്ട നദ്വി ഉസ്താദ് ദാറുൽ ഹുദയിത്തെ കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ എന്ത് പറഞ്ഞു? പള്ളിയിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ, ഈ ഒരു വിഷയം പള്ളിയിൽ പറയണ്ട, അത് പുറത്തൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാം, പള്ളിയുടെ ഉള്ളിലെ ഇമാമിങ്ങളോട് കത്തിമാരോടും പറയണ്ട എന്ന് പറഞ്ഞു. എന്താ പള്ളിക്കെന്ന് പറഞ്ഞാൽ ഇതിന്റെ വിഷയം പിന്നെ പള്ളിക്കെന്നല്ലാതെ വേറെ എവിടുന്നാ പറ? എന്നിട്ട് സയ്യിദുൽ ഉലമന്റെ കുറെ തലമക്കാരിയല്ലോ പിന്നെ ബാഹുദ്ദീൻ നദ്വി ഉസ്താദൊക്കെ. ഇപ്പൊ മഹാനവറുകൾ എവിടെയാണ്? ഒരു മുണ്ടാട്ടമല്ലല്ലോ. ഇതിനെപ്പറ്റി എന്നൊരക്ഷരം മഹാനവറുകൾ പറയുന്നില്ലല്ലോ. ആരെയാണ് ഇവരൊക്കെ പേടിക്കുന്നത്? ഇവരാരെയാണ് പേടിക്കുന്നത്? പേടിക്കല്ല, കുറെ സ്ഥാനമാനങ്ങൾ ഇവരൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ഒന്ന് കേരള വഖഫ് ബോർഡ് ചെയർമാന്, ഹജ്ജ് കമ്മിറ്റി ചെയർമാന്, അങ്ങനെ കുറെ ചെയർമാൻ സ്ഥാനം കുപ്പായിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഓണമുള്ളി മുഹമ്മദ് ഫൈസി, നാസർ ഫൈസി കൂടത്തായി, ഈ പറയപ്പെടുന്ന ലിയാവുദ്ദീൻ ഫൈസി ഉസ്താദ്, ബഹുമാനപ്പെട്ട നദ്വി ഉസ്താദ്, ഇവരൊക്കെ ഇങ്ങനത്തെ കുറെ സ്ഥാനമാനങ്ങൾ കിട്ടും എന്നിങ്ങനെ ഇങ്ങനെ കുപ്പായിട്ട് കൊണ്ട് നടക്കുക. അതിന് കുപ്പായിട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഇവര് മുണ്ടൂല. അപ്പൊ ഇവർക്കൊക്കെ സ്ഥാനാണ് വേണ്ടത്. ഉമർ ഫൈസി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉമർ ഫൈസി തബല്ലല്ലാഹു മഹാനവറുകളുണ്ടല്ലേ, സ്ഥാനല്ല എന്തെന്നെ പോയാലും പാടില്ല. ഇസ്ലാമിന് ന്യൂനപക്ഷങ്ങൾക്ക് സുന്നികൾക്കെതിരെ വരുന്ന ഏത് അമ്പുകളെയും മഹാനവറുകൾ എതിർക്കും. അതിന് സ്ഥാനം പോയിക്കോട്ടെ, എന്തിനാ അവിടെ സ്ഥാനം? ഇപ്പൊ മഹാനവറുകളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇടാനാണ് ഇപ്പൊ ഈ കളി മുഴുവൻ കളിച്ചത്. BJPന്റെ RSSന്റെ രണ്ടാൾക്കാരെ കൊണ്ട് നിൽക്കാനും മാടില്ല. ഉമർ ഫൈസി ഉസ്താദിനെ അതിനെടുത്ത് പുറത്ത് വലിച്ചിട്ടുണ്ട്. അതിന് മാടി എപ്പ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൊട്ടാരം പണ്ഡിതന്മാർ, ഈ കുറുവ സംഘം, ഈ അബ്ദുൽ സമദ് കൂട്ടൂരിന്റെ പോലെയുള്ള കൊട്ടാരം പണ്ഡിതന്മാരുടെ വില പറ്റി പറയാൻ പറ്റില്ല. കുറുവ സംഘം, ഈ നളന്റെ ടീം ഇപ്പൊ അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമർ ഫൈസിന്റെ താഴത്ത് കിടക്കണം. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ബഹുമാനപ്പെട്ട ശൈഖുന ഉമർ ഫൈസി ഉസ്താദിനെ പോലെയുള്ള നിലപാട് പറയുന്ന, സമുദായത്തിന് വരുന്ന പ്രശ്നങ്ങൾക്ക് അപ്പടി മറുപടി കൊടുക്കുന്ന നിലപാട് പറയുന്ന നായകന്മാർക്ക് പിന്തുണ കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. സയ്യിദുൽ ഉലമയെ പോലെയുള്ള നേതാക്കന്മാർക്ക് ശക്തി പകരുക ഈ കാലഘട്ടത്തിൽ. അതാണ് ഏറ്റവും വലിയ ദൗത്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഭരണത്തിന്റെ മുമ്പ് ഇലക്ഷന്റെ സമയത്ത് കടലിലേക്ക് എന്താണ് അറബിക്കടലിലേക്ക് വലിച്ചെറിയും, ചവറ്റോട്ടിലേക്ക് ചവിട്ടിമറിച്ചും, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞിട്ട് ഒരു മഹാന് വേറുണ്ടായിരുന്നു. ആ മഹാന്റെ പേര് ഞാൻ പറയണ്ടല്ലോ, ബഹുമാനപ്പെട്ട സമസ്തന്റെ ആലിമീങ്ങളെ മേതുക്ക് കുതിരായിരുന്നു ചങ്ങായിട്ടല്ലോ, മൂപ്പര് പറഞ്ഞു. ഇപ്പൊ എവിടെയാണ്? കടലിലേക്ക് വലിച്ചെറിഞ്ഞോ? അപ്പൊ എന്താ പറയുന്നത്? അത് പ്രസംഗത്തിനുള്ളൊരു പ്രയോഗല്ലാണ്. ഇപ്പൊ PM ശ്രീക്കും എന്താണ് PM ശ്രീ എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമല്ലല്ലോ, എന്താണ് അതിന്റെ ഒരു വ്യവസ്ഥ എന്ന്. ഇപ്പോ അത് വലിച്ചെറിയുമെന്ന് സമുദായത്തിന്റെ പേരും പറഞ്ഞ് പള്ളി മീറാബിന്നും മദ്രസ ഹാളിന്നും വോട്ട് വാങ്ങിയ ആള് വിജയിച്ച ആൾക്കാർ അതിലും പോയിട്ട് ഒപ്പിട്ട്, അതിപ്പോ പിന്നെ ന്യൂനപക്ഷങ്ങൾ നമ്മൾ ഗാന്ധിജി ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് അതും എത്തിച്ചിട്ട് ഇത്
ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്താണ് ഈ പറയപ്പെട്ട കുർബാ സംഘം മുഴുവൻ ഓലെ FB-യിലും ഓലെ ഫേസ്ബുക്കിലും ഓലെ പ്രസംഗത്തിലും മുഴുവൻ അതാക്കാരം ചർച്ച. ഒരു കുട്ടി മുണ്ടുണ്ട്. അപ്പൊ സമസ്തന്റെ ഒരു സംവിധാനത്തിന് അടർത്തിയെടുത്തു. എന്താ വേറെ ഏതൊരു കാലി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ കുർബാ സംഘം ഒന്നുണ്ടാക്കി, അത് ക്ലച്ച് പിടിച്ചില്ല. സമുദായത്തിന്റെ ഇടയിൽ ക്ലച്ച് പിടിച്ചില്ല. സമുദായത്തിന്റെ ഇതൊരു ഒറ്റ വാക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതെന്താണോ പറഞ്ഞത്, എന്റെ നേതാക്കന്മാരും മുഷാവറ, അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്താ, അതാണ് ഇവിടെ പിന്നെ മുസ്ലിം ഉമ്മത്ത് ഏറ്റുപിടിക്കുന്നത്. അത് ക്ലച്ച് പിടിച്ചില്ല. അപ്പൊ സമസ്തന്റെ ഒരു സംഘടന, ഒരു കീഴ്ഘടകം സുന്നിമാലി ഫെഡറേഷൻ അടുത്തിട്ട് അതിന് ഇവർക്ക് പറ്റിയ കുറെ മുജാഹിദിന്, ജമാഅത്തെ ഇസ്ലാമിന് അതിന് പറ്റിയ കുറ്റംവാദികൾ മുഴുവൻ അതിനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഒപ്പം പോണത്. കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ സ്റ്റേജിൽ നിന്ന് നിന്നിട്ട് കഴിഞ്ഞു LDF സർക്കാരിനെ ശക്തമായിട്ട് എതിർത്തിരുന്നത്. എതിർക്കണം തന്നെ നമ്മളും പറയുന്നത്. ഏത് സർക്കാരാണെങ്കിലും ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ശരീഅത്തിനെതിരെ വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എതിർക്കണം. ഇപ്പൊ വരും ഈ സുന്നിമാലി ഫെഡറേഷന്റെ കീഴിലൊക്കെ സ്റ്റേജ്, ഇന്നലെ അടക്കം സ്റ്റേജ് കിട്ടിയതിന് പ്രസംഗിക്കണ്ടല്ലോ ഈ കുർബാ സംഘം. എന്തെങ്കിലും ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടോ കേരള വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടോ കാമ എന്നൊരു അക്ഷരം ഈ പറയപ്പെട്ട ഈ കുർബാ സംഘം, ഈ നളന്ത, ഈ ടീം പിന്നെ പറയുന്നുണ്ടോ? ഇല്ല, പറയില്ല. എന്തുകൊണ്ടാ ഇവര് പറയാത്തത്? ആരിനെയാണ് ഇവര് പേടിക്കണത്? പേടിക്കണത് എന്താണ്? സമുദായ പാർട്ടിന് പേടിക്കണം. കാരണം എന്താണ്? ഇവർക്ക് കുറെ കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. കേരള വഖഫ് ബോർഡ് ചെയർമാൻ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, കുറെ സ്ഥാനമാനങ്ങൾ ഉണ്ടല്ലോ ഇവർക്ക്. അതിങ്ങനെ കിട്ടുമെന്ന് കുപ്പായിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവർ ചെയ്യുന്നത്. അത് കിട്ടുമെന്ന് കുപ്പായിട്ട് കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കുപ്പായൊക്കെ തേച്ച് മിനിക്കും കൊണ്ട് നടക്കാണ്. മുഷാവറ മെമ്പർ സ്ഥാനത്തേക്ക് വരാൻ കുറെ ആൾക്കാർ കുപ്പായിട്ട് നടക്കുന്നുണ്ട്. കുറെ നമ്മളെ സമസ്തന്റെ കോളേജുകളിലും അവിടെ ഇവിടെയൊക്കെ പ്രൊഫസർമാരായി നിൽക്കുന്ന കുറെ ആൾക്കാർ കുപ്പായിട്ട് നടക്കുന്നുണ്ട്. ഓർക്കിപ്പോ ആ മുഷാവറയിൽ എത്താൻ കഴിയുന്നു. മുഷാവറയിൽ എത്തുന്നതിൽ കുറെ മാനദണ്ഡങ്ങളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അപ്പടി അംഗീകരിക്കണം. പിന്നെ പ്രവർത്തനം, അതിനൊക്കെ കുറെ മാനദണ്ഡങ്ങൾ എനിക്കറിയില്ല. ഈ പറയപ്പെട്ട ഈ കുർബാ സംഘത്തിനൊന്നും ആ മാനദണ്ഡമല്ല. അപ്പൊ ഈ കുപ്പായം ഇട്ട് ഇങ്ങനെ തുന്നി ചേർത്ത് അത് ഇസ്തിരിക്കിട്ട് നടക്കണ കുറെ ആൾക്കാരുണ്ട് മുഷാവറയിലേക്ക് വരാൻ. അത് ഏതായാലും തൽക്കാലം കിട്ടൂലെന്ന് ഉറപ്പായി. ഇനിയിപ്പോ കിട്ടണത് എന്തുള്ളൂ? ഈ സമുദായ പാർട്ടിന്റെ ഒപ്പം നടന്നു പറഞ്ഞ കുറച്ച് അച്ചാരം വാങ്ങിയാൽ കുറെ ചെയർമാൻ സ്ഥാനങ്ങൾ കിട്ടും. അത് കിട്ടാൻ വേണ്ടി കുപ്പായം തേച്ചെടുക്കാണ് ഇപ്പോൾ കുറെ ആൾക്കാർ. അത് ഓലാണ് ഇപ്പൊ സമസ്തനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. സമസ്തന്റെ അധ്യക്ഷന്, ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉമർ ഫൈസ് ഉസ്താദിനൊക്കെ പിന്നെ താഴെറക്കാനും വൈകി വന്ന പിന്നെ വണ്ടിയിൽ കയറിയാലാണ് ഇവര്. ഉമർ ഫൈസ് ഉസ്താദ് പിന്നെ അച്ചാരം വാങ്ങിക്കുന്നത് CPM-ന്റെ ഒക്കെ നിന്നും പറഞ്ഞിട്ട് മഹാനവറുകളെ പുറത്ത് തർക്കം വേണ്ടിയിട്ടാണ് ഒരു കൂട്ടം പറഞ്ഞു കൊണ്ട് നടക്കുന്നത്. എന്താ ബൽക്ക് PM ശ്രീയുമായി വഖഫ് ബോർഡുമായിട്ട് ബൽക്കൊന്നും ഈ സർക്കാരിനെതിരെ ബൽക്കൊന്നും ഒന്നും പറയാല്ല ബൽക്ക്. ഇതൊക്കെ ഇങ്ങളെ ഈ കുർബാ സംഘത്തിനെ ഇരുത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് സമസ്തന്റെ മക്കളെ ഇരുത്തന്നെ ചെയ്യും. നിങ്ങളെ ഈ സുന്നിമാലി ഫെഡറേഷന്റെ ലേബലിൽ നിങ്ങൾക്ക് കുറെ കാലം കഴിക്കാൻ കഴിയുന്നില്ല. എന്തേ പിന്നെ ഖാദി ഫൗണ്ടേഷൻ നിർത്തിവെച്ചത്? ക്ലച്ച് പിടിച്ചൂലെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾ സമസ്തന്റെ ഒരു കീഴ്ഘടം എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് ഇതാക്കി. അതും നിങ്ങളെ കൊണ്ട് താഴ്ത്ത് സമസ്തന്റെ മക്കളെ ഇടിപ്പിച്ചു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.